ഈ സ്കീം വർക്കേഴ്സിന്റെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ദേശവ്യാപകമായ CITU സമരത്തിലാണ്. അതേ ആവശ്യമാണ് കേരളത്തിലെ ആശാ വർക്കർമാർ ഉന്നയിക്കുന്നത്. ഏത് യൂണിയൻ ഉന്നയിച്ചാലും ആവശ്യം തന്നെയാണ്. ആ ആവശ്യമാണ് എന്ന് പറയുമ്പോഴും സമരം ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുക, കളിയാക്കുക എന്തുകൊണ്ടാണ്? സമരം ചെയ്യുന്ന ഒരാളെയും പരിഹസിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന നിലപാട് CPIM-ന്റെ നിലപാടല്ല. ഒന്നും കൂടി പറയാം. അതായത് ഈർക്കളായാലും അതുപോലെ മാച്ചിയായാലും എന്തായാലും കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ തൊഴിലാളി വർഗ പോരാട്ടങ്ങളും സമരങ്ങളും അത് ഏറ്റക്കുറച്ചിലോടുകൂടി ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന വർഗ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ സമരങ്ങളെയും അങ്ങനെയാണ് കാണുക. അതിന് എതിർക്കേണ്ട കാര്യം, ഞങ്ങൾ സമരത്തെയല്ല എതിർക്കുന്നത്, ആശാ വർക്കർമാരെയല്ല എതിർക്കുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തിലിടപെട്ട് ജമായത്തെ ഇസ്ലാമിയും SDPIയും അതുപോലെ തന്നെ SUCIയും അതുപോലെ തന്നെ ആറു പിന്തിരിപ്പും കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് രാജ്യത്ത് പ്രഖ്യാപിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അത്തരം വിധ്വംസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളുടെ നേതൃത്വപരമായ പങ്കോടുകൂടിയാണ് വരുന്നത് എന്നുള്ളതിനെയാണ് ഞങ്ങൾ ശക്തിയായി എതിർത്തത്. അതിപ്പോൾ ഞങ്ങൾ എതിർക്കും, ഇനി എതിർക്കും. ഈ സമരം പലരും CPM-ന്റെ പ്രവർത്തകർ കൂടിയാണ് ആണെന്ന് സമരം ഞങ്ങൾ ആശാ വർക്കർമാരുടെ സമരത്തെ എതിർക്കുന്നില്ല. അല്ല, സമരം ഏത് സമരത്തെയും ഞങ്ങൾ എതിരല്ല. സമരം ആർക്കും ചെയ്യാമല്ലോ. സമരം ചെയ്യുന്ന ആളുകൾ പാട്ട പിരിവുകാരാണ്. ആർക്കും സമരം ആരെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യാൻ പാടുള്ളതാണ്. ഞാൻ പറഞ്ഞു കേൾക്ക്, ഞങ്ങൾ ഒരു സമരത്തെയും പരിഹസിക്കുകയോ എതിർക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. ഞാനത് ആദ്യം തന്നെ പറഞ്ഞു. പിന്നെ ആരെങ്കിലും ഉപയോഗിച്ച് ഏതെങ്കിലും പദം പ്രയോഗിച്ചിട്ട് ആ പദം വെച്ചുകൊണ്ടാണ് ആ സമരത്തിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്നത്, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, സമരങ്ങൾ പല രീതിയിലും സംഘടിപ്പിക്കാൻ ശ്രമിച്ചവരാണ് SDPI, അതുപോലെ തന്നെ ജമായത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന അവരോട് ചോദിക്കണം. SUCIയോട് ചോദിക്കണം. ഞങ്ങൾ കണ്ടതല്ലോ, എല്ലാം ഉണ്ട്. SDPI ഉണ്ട്, ജമായത്ത് ഇസ്ലാമി ഉണ്ട്, അതുപോലെ തന്നെ SUCI ഉണ്ട്. ഈ മൂന്നും എന്ത് നിലപാട് സ്വീകരിക്കുന്ന സമരത്തിന് ഞങ്ങൾ അംഗീകരിക്കുക പറഞ്ഞാൽ എന്താ? നാഷണൽ ഹൈവേ 66 നിങ്ങളെല്ലാം നാടിൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അല്ലേ? അവിടെയാണല്ലോ ഒരു പ്രധാനപ്പെട്ട പേരോടുകൂടി ഒരു സംഘടനാ പ്രസ്ഥാനം വയൽക്കിളി വന്നത്. എന്തിനായിരുന്നു? ഈ നാഷണൽ ഹൈവേ വരാൻ പാടില്ല. നാഷണൽ ഹൈവേ പോലെയല്ലേ സ്കീം വർക്കേഴ്സിന്റെ ഓണറേറിയം കാലോചിതമായി പരിഷ്കരിക്കുമെന്നുള്ളത് LDF-ന്റെ പ്രകടന പത്രികയിലുള്ള കാര്യമാണ്. അത് പരിഷ്കരിക്കുന്നില്ല എന്നുള്ളത് ആളുകൾ ചൂണ്ടിക്കാണിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ആ സമരം ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് മോശക്കാരാവും? പരിഷ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു മുമ്പ് കോൺഗ്രസ് കാലത്ത് കൂട്ടിയിരുന്നത്? UDF-ന്റെ കാലത്ത് കോൺഗ്രസ് UDF ഇവിടെ ഭരണത്തിൽ ഇല്ലല്ലോ. അവരല്ലേ കൂട്ടിയിരുന്നത് ആദ്യം? 100 രൂപ ഒരു പതിറ്റാണ്ട് 100 രൂപ. അപ്പൊ 1000 കൂട്ടി, 100 രൂപ കൂട്ടി, 1000 കൂട്ടി എന്നില്ലേ ഞാൻ പറഞ്ഞത്? 1200 എത്തിയിരുന്നു. ഞാൻ അത് സമ്മതിച്ചു. എന്നിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അത് ആ ഒരു പതിറ്റാണ്ട് കൊണ്ട് വലിയ രീതിയിൽ ഉയർന്ന് 13,200 രൂപ വരെ കിട്ടത്തക്ക രീതിയിൽ ആശാ വർക്കർമാർക്ക് ആനുകൂല്യം കിട്ടി. എല്ലാവർക്കും കിട്ടുന്നത് 7,000 എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. ശരാശരിയായിട്ടല്ല ഞാൻ പറഞ്ഞത്, അതുവരെ കിട്ടി. അങ്ങനെയുള്ള ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ, കേരളം. അവിടെ ഇപ്പോൾ SUCIയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഈ SDPIയും കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു സമരം ഉണ്ടാക്കിയിട്ട് ഗവൺമെൻറ് വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി അവരാഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം.